അപ്പൊ നമ്മളിപ്പം ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അല്ലേ? അതിൽ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 8 പറഞ്ഞില്ലേ? പറഞ്ഞു. യെസ്, എന്തൊക്കെയാ ഡിവിസിബിലിറ്റി ടെസ്റ്റ് 8ന്റെ? ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതായത് ഹൺഡ്രഡ്സ്, ടെൻസ്, പിന്നെ വൺസ്, ഈ 3 ഡിജിറ്റ്സിലുള്ള നമ്പർ 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ that whole number can be divided by 8. പിന്നെ വരുന്നത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 0 ആണെങ്കിൽ that number also will be divided by 8. ഇനി നമുക്ക് പഠിക്കാനുള്ളത് divisibility test for 11. divisibility test for 11 എന്താ ചെയ്യണ്ടേ? Add the digits in the odd places. Add digits in the even places. If the difference between the two sums is 0 or divisible by 11, the number is divisible by 11. പലതും മനസ്സിലായോ? പലതും മനസ്സിലായോ? മനസ്സിലായില്ല. ഒരു നമ്പർ കിട്ടിയാൽ അതിൻ്റെ ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഈവൻ പ്ലേസിലുള്ള ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് 0 ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോൾ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയേ, ടെസ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ പറയാം. ഏതായിരുന്നു നമ്പർ ഒന്ന് പറഞ്ഞ? ടെക്സ്റ്റിലുള്ള നമ്പർ 3 4 7 6 1 1. ഇതിന്റെ ഓഡ് പ്ലേസും ഈവൻ പ്ലേസും എങ്ങനെ പറയാം? ഓഡ് പ്ലേസും ഈവൻ പ്ലേസും. ഓഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ് അല്ലേ? 1 3 5 എക്സെട്ര. ഈവൻ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 4 6 എക്സെട്ര. അപ്പോ ഓഡ് പ്ലേസും ഈവൻ പ്ലേസും പറയുമ്പോൾ പ്ലേസസ് 1 2 3 4 5 6 എന്ന് നമ്പർ കൊടുക്കാം. ആദ്യത്തെ നമ്പറിന് ആദ്യത്തെ ഡിജിറ്റ് 1, രണ്ടാമത്തെ ഡിജിറ്റ് 2, മൂന്നാമത്തെ ഡിജിറ്റ് 3, നാലാമത്തെ ഡിജിറ്റ് 4 5 6, അങ്ങനെ ഡിജിറ്റ്സിന് നമ്പർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഓഡ് പ്ലേസിൽ, ഓഡ് നമ്പേഴ്സ് വരുന്ന പ്ലേസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഡ് നമ്പേഴ്സിൽ വരുന്നത് 1ന്റെ പ്ലേസിൽ വരുന്നത്, 3ന്റെ പ്ലേസിൽ വരുന്നത്, 5ന്റെ പ്ലേസിൽ വരുന്നത്. ഇതാണ് ഓഡ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ്. ഓക്കെ, ഓഡ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. 3 + 7 + 1 എത്രയാ കിട്ടുന്നത്? 11. ഇനി എന്താ ചെയ്യണ്ടേ? ഈവൻ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് 2 4 6 ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. 2ന്റെ പ്ലേസിൽ വരുന്നത് 4 പ്ലസ് 4th പ്ലേസിൽ വരുന്നത് 6 പ്ലസ് 6 പ്ലസ് 6th പ്ലേസിൽ വരുന്നത് 1. 4 + 6 + 1 = 11. അപ്പോൾ ഓഡ് പ്ലേസിൽ വരുന്നതും ഈവൻ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സിന്റെ സം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ രണ്ട് സമ്മും തമ്മിലുള്ള ഡിഫറൻസ് 11 - 11 എത്ര വരാ? 0.
രണ്ട് സമ്മിന്റെയും ഡിഫറൻസ് 0 ആണെങ്കിൽ that whole number will be divisible by 11. ഈ whole number ഏതാ whole number? 347,611. 3,47,611 can be divisible by 11. അത് നമുക്ക് ചെയ്തു നോക്കാം, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് ചെയ്തു നോക്കാം. 3,47,611 അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 34 11 3 times. 3 into 11 33. 4 minus 3 1. 7 ഇറക്കി എഴുതി. 17 11 1 times. 1 into 11 11. 6 6 ഇറക്കി എഴുതിയാൽ 66. 66 11 6 times. 6 into 11 again 66. സബ്ട്രാക്ട് ചെയ്താൽ 0. 1 ഇറക്കി എഴുതി. 1ൽ 11 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ ഒരു 0 ഇട്ടു. അടുത്ത 1 കൂടി ഇറക്കി എഴുതി. 11ൽ 1 1 times. 1 into 11 11 0. എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഈ നമ്പറിനെ 11 കൊണ്ട്. എന്താ മുഹമ്മദ്? രണ്ട് മെത്തേഡിലും ചെയ്താൽ ഒരേ ആൻസർ തന്നെയാണ് കിട്ടല്. എങ്ങനെ രണ്ട് മെത്തേഡിൽ ചെയ്താല്? രണ്ട് മെത്തേഡ് കാണിച്ചിട്ടില്ലേ? ഏത് രണ്ട് മെത്തേഡ്? മനസ്സിലായി? ആദ്യം ഒന്ന് കാണിച്ചിട്ടേ. ഏത്? ഈ 3 + 7 + 1 = 12. എടാ അത് ഒരേ ആൻസർ കിട്ടാനല്ല, ഈ നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന നമ്പർ 3,47,611 എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിനെ 11 കൊണ്ട് എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ചെക്ക് ചെയ്യേണ്ട മെത്തേഡാണ് ആദ്യം പറഞ്ഞത്. 3 + 7 + 1. അത് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണല്ലേ? അത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ്. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയത് അല്ലേ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ് വന്നത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയത്. അപ്പൊ അതൊന്ന് നോക്കിയതാണ് ഡിവൈഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിനെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇതിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ആ പറ്റുന്നുള്ളതൊന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചതാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഈ ഡിവിഷൻ പ്രോസസ്സ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഒരു നമ്പറും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സൈസ് 4.1 എക്സൈസ് 4.1 കണ്ടോ? നെക്സ്റ്റ് പേജിൽ അതിലെ ബി ക്വസ്റ്റ്യൻ. എ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തല്ലേ? ബി ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ എത്രയായിരുന്നു? ഫസ്റ്റ് വൺ 8151 ഇതിന്റെ ഈവൻ പ്ലേസും ഓഡ് പ്ലേസും ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ഈവൻ പ്ലേസും ഓഡ് പ്ലേസും 1 2 3 4 5 6.
ഓഡ് പ്ലേസ്, ഈ ഓഡ് പ്ലേസിലെ ഡിജിറ്റ്സ് ഏതൊക്കെയാ? 6 പ്ലസ് 8 പ്ലസ് സെക്കൻഡ് പൊസിഷനിൽ, സോറി തേർഡ് പൊസിഷനിൽ 8, ഫിഫ്ത്ത് പൊസിഷനിൽ 5. 6 പ്ലസ് 8 പ്ലസ് 5 എത്രയാ? 6 പ്ലസ് 8 പ്ലസ് 5 14 പ്ലസ് 5 19. അടുത്തത് ഈവൻ പ്ലേസിലുള്ള ഡിജിറ്റ്സ്. സെക്കൻഡ് പൊസിഷനിൽ 3 പ്ലസ് ഫോർത്ത് പൊസിഷനിൽ 1 പ്ലസ് സിക്സ്ത് പൊസിഷനിൽ 1. ദാറ്റ്സ് ഈക്വൽ ടു 3 പ്ലസ് 1 പ്ലസ് 1 4. ഇനി എന്താ വേണ്ടേ? ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. 19 മൈനസ് 4 is equal to 15. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് 15 ആണ്. 15 എന്ന് പറയുന്നത് 0 അല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? 15 എന്ന് പറയുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നും നമുക്കറിയാം. പറ്റില്ല. അപ്പൊ നമുക്കുള്ള ടെസ്റ്റ് രണ്ടും നെഗറ്റീവ് ആണ്. 0 അല്ല രണ്ടിന്റെ ഡിഫറൻസ്. കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല, 11ന്റെ മൾട്ടിപ്പിളും അല്ല. So we can conclude that this number cannot be divided by 11. തന്നിരിക്കുന്ന നമ്പർ, അതായത് ഈ നമ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടി നോക്കാം. അടുത്ത നമ്പർ, അതേ ക്വസ്റ്റ്യനിൽ അടുത്ത നമ്പർ 95469. 95469 ഏതൊക്കെയാ? ഓഡ് പ്ലേസും ഈവൻ പ്ലേസും. 1 2 3 4 5. ഓഡ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? ഓഡ് പ്ലേസിൽ വരുന്നത് ഫസ്റ്റ് പ്ലേസിൽ 9 പ്ലസ് തേർഡ് പ്ലേസിൽ 4, പ്ലസ് ഫിഫ്ത്ത് പ്ലേസിൽ അഗെയിൻ 9 is equal to 9 plus 4 13, 13 plus 9 22. ഓക്കെ. ഇനി ഈവൻ പ്ലേസിൽ വരുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാ? സെക്കൻഡ് പ്ലേസിൽ 5 പ്ലസ് ഫോർത്ത് പ്ലേസിൽ 6. ദാറ്റ്സ് ഈക്വൽ ടു 11. ഇനി ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് 22 മൈനസ് 11 എത്ര വരാ? 11. രണ്ടിന്റെ ഡിഫറൻസ് 11 കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താ? ഡിഫറൻസ് ആദ്യം 0 ആണെന്ന് നോക്കണം. 0 അല്ല. പിന്നെ എന്താ നോക്കണ്ടേ? കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. 11 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അല്ലേ? ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 11. കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് 11ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ നമ്പർ, ഏത് നമ്പർ? ഈ നമ്പർ 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. ആരൊക്കെയോ ഡൗട്ട് കൈബന്ധിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ. ഓക്കെ, സായി കൃഷ്ണ, ലക്ഷ്മിപ്രിയ, ആദിത്യൻ, ഷിസ, അതുൽ, മുഹമ്മദ് മനസ്സിലായില്ലേ? എന്താ ഡൗട്ട്? മിസ് ആ 22 കുറക്കണം 11, അത് കിട്ടിയതിന് ശേഷം ഉള്ളത് പിന്നെ മനസ്സിലായിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം ഒന്നുമില്ല. 22 കുറക്കണം 11 നമുക്ക് 11 കിട്ടി അല്ലേ? അപ്പൊ ആ ഡിഫറൻസ് 11 കിട്ടിയത് കൊണ്ട് ഈ നമ്പർ 11നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇപ്പൊ ഈ ഡിഫറൻസ് 22
ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 22 അല്ലെങ്കിൽ ഡിഫറൻസ് 33 അല്ലെങ്കിൽ ഡിഫറൻസ് 44 ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ 11ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? ആണല്ലോ. അപ്പൊ ഡിഫറൻസ് 11ഓ 11ന്റെ മൾട്ടിപ്പിളോ ആയിട്ട് വന്നാൽ തന്നിരിക്കുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറൻസ് 0 ആയിരിക്കണം. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ that number can be divided by 11. 33 ഡിഫറൻസ് ഇവിടെ കിട്ടില്ല. വേറെ ഏതെങ്കിലും നമ്പർ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ 33 കിട്ടും, ചിലപ്പോൾ 22 കിട്ടും. 33 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേടാ. 11നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലേ 33 കിട്ടുന്നേ. 44 എന്ന് പറയുന്നത് 11 into 4 ആണ്. അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏത് നമ്പറും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ that number can be divided by 11. Okay? അടുത്തത് എക്സാമ്പിൾ 2ഉം എക്സാമ്പിൾ 3ഉം കൂടി നോക്കണോ? ആരൊക്കെയോ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെ വന്നാലും ഇതിന്റെ ഡിഫറൻസ് 0യും വരില്ല, 11ന്റെ മൾട്ടിപ്പിളും വരില്ല. അപ്പൊ എന്താ? ദിസ് നമ്പർ കനോട്ട് ബി ഡിവൈഡഡ് ബൈ 11. ഓക്കെ? ആ വന്ന മിസ്റ്റേക്കിന് സോറി. ഇത്രയും പറയാനായിരുന്നു ഇത്രയും മെസ്സേജ് അയച്ചത് നിങ്ങള്. സാരമില്ല, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് നല്ല സന്തോഷം. ചെറിയ മിസ്റ്റേക്ക് പോലെ നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ലേ? താങ്ക് യു. അപ്പോഴേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരിക്കും. സ്വന്തം ഇങ്ങനെ മിസ്റ്റേക്ക് വല്ലതും വരുന്നുണ്ടോന്നും കൂടി ശ്രദ്ധിക്കണം. അതായത് എക്സാമിന്റെ ടൈമില് കേട്ടോ. ക്ലാസ് ടൈമില് ഞങ്ങളും പണ്ട് അങ്ങനെ തന്നെയാ. ക്ലാസ് ടൈമില് ടീച്ചറിന് എന്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട് നോക്കിയിരിക്കും. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേ സമയം തന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തും ഇതുപോലുള്ള മിസ്റ്റേക്സ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഞങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നത് കേട്ടോ. ഞങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമില്ല, ഞങ്ങൾക്ക് നഷ്ടമില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരം ആവേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ അത് നിങ്ങളെ നന്നായിട്ട് ബാധിക്കും മാർക്കിന്റെ കേസിൽ. ഓക്കെ? അപ്പോ ഒരു തവണ കൂടി താങ്ക് യു. ഇതുപോലുള്ള മിസ്റ്റേക്സ് ഇനി വരുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ചിലപ്പോൾ മിസ്സിന് മാറിപ്പോവും. നിങ്ങൾ ഇനിയും പറഞ്ഞു തരണേ. അപ്പോ അടുത്ത ആ 2 എക്സാമ്പിളും കൂടി നോക്കണോ? എന്താ എഡ്വിൻ? ഇന്ന് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാന്ന് വിചാരിച്ചതാ. അത് 2 ഹോംവർക്ക് തന്നാ മതി. 3ഉം 4ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്തോ? അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്ത 2 പ്രോബ്ലം ഇല്ലേ, എക്സൈസ് 4.1 2 ചെയ്തില്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്ന 2 ഹോംവർക്ക് ആയിട്ട് ചെയ്തോ? ഓക്കെ? Any divisibility test for 12, 15 and 18. Shehbaz, page number 103. എന്താ അതുൽ? ഈ പേജ് ആ പേജിലത്തെ അല്ല മോനെ, എക്സൈസ് 4.1 അല്ലേ നമ്മളിപ്പോ 2 ചെയ്തേ. നെക്സ്റ്റ് പേജ് എക്സൈസ് 4.1 ബി ക്വസ്റ്റ്യൻ കണ്ടോ? ടിക്ക് ദ നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 11. കണ്ടില്ലേ? അതിൽ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നമ്മൾ ഇപ്പൊ ചെയ്തു. അടുത്ത 3ഉം 4ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഞാനിതെല്ലാം ചെയ്തു. എല്ലാം ചെയ്തോ? ഓക്കെ, സാരമില്ല. ഇനി divisibility test for 12, 15 and 18.
12ഉം 15ഉം 18ഉം. If a number is divisible by both 3 and 4, it is divisible by 12. ഒരു നമ്പർ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കണ്ടേ? 3നെ കൊണ്ടും 4നെ കൊണ്ടും ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that number is divisible by 12. ഇപ്പോ 24 എന്ന് പറയുന്ന നമ്പർ 24 എന്ന് പറയുന്ന നമ്പർ ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചു. 24 എന്ന് പറയുന്ന നമ്പർ നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 8 ആണ് അല്ലേ? 3 into 8 അല്ലേ 24. അതുപോലെ 24 divided by 4 is equal to എത്രയാ? 6. 6 into 4 ആണ് 24. അപ്പൊ 24 എന്ന് പറയുന്ന ഈ നമ്പറിനെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറ്റുമല്ലോ. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 24 can be divided by 12. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 2 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഒരു നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ 3 കൊണ്ട് മാത്രം ആയിരിക്കരുത്, 4 കൊണ്ട് മാത്രം ആയിരിക്കരുത്, 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that number can be divided by 12. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ എടുക്കാം. 39 എന്ന് പറയുന്ന നമ്പർ, 39 എന്ന് പറയുന്ന നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, 39നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 39 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 13 ആണ് വരിക. 39നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 13 ആണ് കിട്ടാം. ഇനി നമുക്ക് 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 4ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കിയേ. 1 4 4 2 4 8 3 4 12 4 4 16 5 4 20 6 4 24 7 4 28 8 4 32 9 4 36 10 4 40. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരും. അപ്പോൾ ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനും പറ്റില്ല? 39നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 96 എന്ന് പറയുന്ന നമ്പർ, 96 എന്ന് പറയുന്ന നമ്പർ. 96നെ ആദ്യം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 96 ഡിവൈഡഡ് ബൈ 3 എത്ര വരാ? 9ല് 3 3 ടൈംസ്, 6ല് 3 2 ടൈംസ് 32 എന്ന് വരും. ഓക്കെ, ഇനി 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 96നെ 4 കൊണ്ട് നമുക്ക് സാധാരണ എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യാം. 96 ഡിവൈഡഡ് ബൈ 4 2 ടൈംസ് പോകും 4 2 into 4 8 1 6 4 4 into 4 16 0 റിമൈൻഡർ വരുന്നല്ലേ. അപ്പൊ 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 24 കിട്ടും. റിമൈൻഡർ വരാതെ 24 കിട്ടും. That means 96 can be divided by both 3 and
4. Hence, we can say 96 can be also divided by 12. എത്ര കിട്ടാൻ 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? എത്ര കിട്ടുക? 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. 96നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരാതെ കോഷ്യന്റ് 8 എന്ന് കിട്ടും. അപ്പൊ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 12 മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെയാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 15. 12ന്റെ കേസിൽ 3 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഇനി 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി 3 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതേപോലെ തന്നെ ഒരു നമ്പറിനെ 3 കൊണ്ടും 5 കൊണ്ടും റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ഓൾസോ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 15. അതേപോലെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്താ നോക്കണ്ടേ? 2 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 കൊണ്ടും 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 18. ഒരു കാര്യം ചെയ്യാം, ഈ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് ഒരു ടേബിൾ പോലെ ആക്കിയിട്ട് ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരാം. അത് നിങ്ങൾ നോട്ടിലൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഷോർട്ട് ആക്കിയിട്ട് ഒരു ടേബിൾ പോലെ ആക്കിയിട്ട് ഈ എല്ലാത്തിന്റെ 8ന്റെയും 11ന്റെയും 12ന്റെ 15 18 പിന്നെ ഒന്നും കൂടി 25 ഇത്രയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഒരു ടേബിൾ പോലെ ആക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. നിങ്ങൾ അത് നോട്ടിലേക്ക് അതേപോലെ എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ഡിവിസിബിലിറ്റി ടെസ്റ്റ് കൂടിയുണ്ട്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഫോർ 25. ഒരു നമ്പറിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാ നോക്കാം? If the last 2 digits of a number are 0, 0, 25, 50 or 75, ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0, 0 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 75 ഇതിൽ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ ദാറ്റ് നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 25. മനസ്സിലായോ? 10 കൊണ്ടുള്ള ഡിവിഷൻ നമുക്കറിയാം. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് അതായത് വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് 0 ആണോ എന്ന് നോക്കിയാൽ മതി. ആണല്ലോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്കറിയാം. എങ്ങനെ ചെയ്യാം? ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലെങ്കിൽ 0 ആണോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ 25നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അതായത് വൺസിന്റെ പ്ലേസിലും ടെൻസിന്റെ പ്ലേസിലും വരുന്ന 2 ഡിജിറ്റ്സ് ഒന്നുകിൽ 2 0 0 0 അതായത് 100 പിന്നെ 200 300 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1200 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സ് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 50 or 75 25 or 50 or 75 ആണെങ്കിൽ that number can be divided by 25. മനസ്സിലായോ? എന്താ മുഹമ്മദേ? മിസ്സ പറഞ്ഞ ആ നമ്പർ അതിനെക്കൊണ്ടാക്കി ചെയ്യണ്ടി ഈ 25ന്റെ ഏത് നമ്പർ കൊണ്ടാ ചെയ്യണ്ടേ? ഏത് നമ്പറിനെ കൊണ്ട് ചെയ്യണ്ട, ആ നമ്പർ ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കി ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം.
ഈ നമ്പർ 25നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. അതിനെന്താ നോക്കണ്ടേന്ന് അറിയോ? ഒന്നും ചെയ്യണ്ട, ഒന്നിനെ കൊണ്ട് ഡിവൈഡും ചെയ്യണ്ട, ഒന്നിനെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 ആ വരുന്നത് അല്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 ആ വരുന്നത്. 25 വരുന്നോണ്ട് ആ നമ്പറിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 0 0 2 0 വരുന്നു. 2 0 വരുന്നുണ്ടെങ്കിലും ആ നമ്പറിനെ എന്ത് ചെയ്യാം? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 50 50 50 വരുന്നുണ്ടെങ്കിലും ആ നമ്പറിനെ എന്ത് ചെയ്യാം? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ നമ്പറിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 75 75 വന്നാലും 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ദാ ഇങ്ങനെ അവസാനിക്കുന്ന നമ്പേഴ്സ് 25 0 0 50 75 ഇങ്ങനെ അവസാനിക്കുന്ന നമ്പേഴ്സ് ഒക്കെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. എക്സസൈസ് 4.1 F. എക്സസൈസ് 4.1 F. ഫസ്റ്റ് നമ്പർ 3270400. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 00 ആണ്. അത് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ നമ്പർ 327545. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് പറയുന്നത് 45 ആണ്. അത് പറ്റില്ല. നെക്സ്റ്റ് 9275175. ലാസ്റ്റ് 2 ഡിജിറ്റ് 75. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ 763450. അതും പറ്റും. ലാസ്റ്റ് 2 ഡിജിറ്റ് 5050 ആണ് വരുന്നത്. അപ്പൊ 25 കൊണ്ടുള്ള ഡിവിഷൻ, ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി കുറച്ചുകൂടി ഈസിയാണ് അല്ലേ? അപ്പൊ ബാക്കി 3 എണ്ണത്തിന്റെ ഹോംവർക്കും കൂടി അതും കൂടി നിങ്ങൾ ചെയ്തു. ഡിവിസിബിൾ ബൈ 12ഉം 15ഉം 18ഉം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ടെക്സ്റ്റ് തന്നെ ടിക്ക് ഇട്ടാൽ മതി. ചെയ്യാൻ പറ്റുന്നതിന്റെ നേരെ ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, അതെന്താ ചെയ്യണ്ടേ? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ 3ഉം 4ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടി 3നെ കൊണ്ടും 5നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഇനി 18 ആണെങ്കിൽ 2നെ കൊണ്ടും 9നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. രണ്ട് നമ്പേഴ്സിനെ കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, റിമൈൻഡർ വരാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ നമ്പറിനെ 12 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതപ്പോൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മിസ് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഹോംവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കാര്യം മിസ്സിനൊന്ന് അറിയിക്കണേ കേട്ടോ. ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മിസ്സിനെ അറിയിക്കണം. എന്നാലും മാത്രമേ അടുത്ത ക്ലാസ്സിൽ അത് പറഞ്ഞു തരണോ വേണ്ടിയോ എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ. ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആ നോട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് നിങ്ങൾ അതേപോലെ നോട്ടിൽ എഴുതി വെക്കണേ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.